ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കുക്കർ ബിരിയാണി ആയാലോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് 3 സവോള, 1 ടൊമാറ്റോ, 2 ചില്ലി, ജിഞ്ചർ, കാഷ്യൂ, കിസ്മിസ്, പിന്നെ മസാല. ഇവിടെ കുക്കർ ചൂടായി വന്നപ്പോഴേക്കും ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ഗീ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും ടേസ്റ്റി. പിന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഈ മസാലക്കൂട്ടുകൾ ഇടുക. അതിനുശേഷം പെരുംജീരകം, കാഷ്യൂ, കിസ്മിസ് വേറെ നമ്മൾ വറുത്ത് ചേർക്കുന്നില്ല, ഇതിൽ തന്നെ ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ സവോള അരിഞ്ഞ് വെച്ചേക്കുന്ന 3 സവോള വലുത്, അതുപോലെ തന്നെ 1 ടൊമാറ്റോ, 2 ചില്ലി, ഒരു കുഞ്ഞു പീസ് ജിഞ്ചർ, ഇത്രയും അരിഞ്ഞ് വെച്ചത് വരട്ടിയെടുക്കുക. ഈ വരട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് തന്നെ വരണ്ട് കിട്ടും. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ആയിട്ടുള്ള ചിക്കൻ മസാല, പിന്നെ നമുക്ക് ബിരിയാണി മസാല ചേർക്കാം. ചിക്കൻ മസാല ചേർക്കണം എന്നുള്ളത് ഓപ്ഷനിലാണ്. പിന്നെ ബിരിയാണി മസാല ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഡബിൾ ഹൗസിൻ്റെ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. കാരണം ഞാൻ എന്ന് വെച്ചാൽ 3 ഗ്ലാസ്സോളം അരി എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായുള്ള ചിക്കൻ പീസസ് പിന്നെ ആഡ് ചെയ്യും. ഈ മസാലാസ് ഇടുമ്പം തന്നെ തക്കാളി അതിന് മുമ്പ് ഇടുന്നതുകൊണ്ട് തന്നെ കരിയെ പിടിക്കത്തില്ല, കരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിയാതെ നോക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കി വരുമ്പോഴേക്കും, നന്നായിട്ട് ഇളകി അതൊരു ഇത് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ പീസിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഈ ബിരിയാണിയിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അരി എടുക്കുന്നോ അത്രയും തന്നെ വെള്ളം ഒഴിക്കുക. 3 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം. ഇവിടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് തന്നെ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇവിടെ നമ്മൾ 3 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. നിങ്ങൾ 1 ഗ്ലാസ് അരി ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം. അത് നിങ്ങൾ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടും. ഇവിടെ ഞാൻ 3 ഗ്ലാസ് അരി ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്തു, എന്നിട്ട് ബസ്മതി റൈസ് അതിലിട്ടു. നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി കൊടുക്കുക. കുക്കർ അടയ്ക്കുക. അപ്പം അതിന് ശേഷം 1 വിസിൽ വരുന്നവരെ അത് വേവിക്കുക. 1 വിസിൽ ആകുമ്പോൾ തന്നെ അത് നിർത്തി ആ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മുടെ ബിരിയാണി റെഡി.